ഒടുവിൽ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു. വലിയ ആവേശം ആഹ്ലാദമൊക്കെ ഈ സമരവേദിയിൽ ജന്തർ മന്ദറിൽ കാണാം. മലയാളികൾ അങ്ങനെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള യുവാക്കളുടെ വലിയ നിര തന്നെ അവർ ആഹ്ലാദം പങ്കുവെക്കുന്നു. ധർമ്മേന്ദ്ര പ്രധാൻ ഒടുവിൽ രാജിവെച്ച് പുറത്തേക്ക് പോകേണ്ടി വരുന്നു. അത്രയും വലിയ പ്രക്ഷോഭം, വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രക്ഷോഭങ്ങളിൽ ഒന്ന് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഒരു മലയാളി നമ്മളോടൊപ്പം ചേർന്ന് എന്താ പറയാനുള്ളത്? ഇത് എന്താണ് പറയാനുള്ളത്? ഒരു ജനതയുടെ മുമ്പിൽ മുട്ടുകുത്തില്ല എന്ന് പറഞ്ഞൊരു സർക്കാരിനെ മുട്ടുകുത്തിച്ചവരാണ് നമ്മൾ. അതിൽ ഈ വിജയത്തിൽ ഞങ്ങളുടെ രക്തത്തിന്റെയും ഞങ്ങളുടെ ചോരയുടെയും ഞങ്ങളുടെ രക്തത്തിന്റെയും ഞങ്ങളുടെ പസീനയുടെയും വിലയുണ്ട്. ഞങ്ങളെ ഒരു വിജയം ആഘോഷിക്കുന്നു ഈ സമയത്ത്. വലിയ സന്തോഷം. പോരാട്ടം എന്ന് പറയുന്ന പല രൂപത്തിൽ ഇനിയും നമ്മുടെ ശിക്ഷത ശരിയാക്കാനൊക്കെ ആയിട്ട് അതെ, എപ്പോഴൊക്കെ ഈ സർക്കാർ അന്യായം കാണിക്കുന്നു ആ സമയങ്ങളിലെല്ലാം ഞങ്ങൾ ഇവിടെ വരും, ഇവിടെ പ്രൊട്ടസ്റ്റ് ചെയ്യും. അപ്പൊ അതാണ്, അങ്ങനെയുള്ള സമാനതകളില്ലാത്ത പ്രൊട്ടസ്റ്റ് ആണ് ഇപ്പൊ ഈ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നൊക്കെയുള്ള ആളുകളുണ്ട്. बोलो भाई, ये तो भाषा बोल जाने की जो उनसे तुम बोल ले, मैं हिंदी में बोल लूंगा. मुझे आए हुए को, अरे रुक जा भाई, मुझे आए हुए को बस 1 घंटा हुआ है यहाँ से प्रोटेस्ट में. 1 घंटे में 1 विकेट तो घेर दिया मैं. धर्मेंद्र प्रधान आधी विकेट भी तो रहेगी. और ये बताओ मुझे कमेंट करके इस चैनल पे कि और किसका विकेट घेरना है और किसका इस्तीफा चाहिए तुम्हें? मेरे मेरे नितिन गडकरी का, नितिन गडकरी विकेट मेरे 2 घंटे भी रन होंगे. बस 2 घंटे में 2 का और घेर दूंगा. पुलिस वाला था ना, डबल स्टार वाला था, वही कान से काट लिया, यानी कि दांत से काट लिया कान को. അതാണ്, അങ്ങനെ പരിക്ക് പറ്റിയ ധാരാളം ആളുകളുണ്ട്. അതുപോലെയുള്ള ചെറുപ്പക്കാർക്കൊക്കെ പരിക്ക് പറ്റിയ പെല്ലറ്റ് ആക്രമണം പോലെ ഉണ്ടായി എന്നവർ ആക്ഷേപിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ്. അപ്പൊ ഈ ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ ഇങ്ങോട്ടും ഈ നിരയും ജന്തർ മന്ദറിന്റെ ഭാഗങ്ങളിലെല്ലാം പരിശോധിച്ചാൽ യുവാക്കളുടെ വലിയ നിരയാണ്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒഴുകിയെത്തിയ ആളുകളാണ്. അവരാ വിജയം ആഘോഷിക്കുകയാണ്. അത്ര വലിയ സന്തോഷത്തിലാണെന്ന് അവർ പറയുന്നു. അപ്പൊ അതാണ് നമുക്ക് ദൃശ്യങ്ങളിലൊക്കെ നോക്കിയാൽ കാണാം. ഇതാണ് പൊതുവെ, അതായത് ഇപ്പോൾ ഈ സമയത്തും പ്രക്ഷോഭത്തിൽ വലിയൊരു വിജയം നേടാൻ കഴിഞ്ഞുവെന്ന് അവർ പറയുന്നു. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയല്ലാതെ മറ്റൊരു തരത്തിലുമുള്ള വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ലെന്ന് പറഞ്ഞ് ഒടുവിൽ അവരത് നേടിയെടുത്തു. പക്ഷെ അപ്പോഴും വലിയ സാന്നിധ്യം, രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ആളുകൾ വരുന്നു. ഈ ദിവസങ്ങളിൽ വാങ്ചുക്കിനെ സമരവേദിയിൽ നിന്ന് നീക്കിയതിന് തൊട്ടു പിന്നാലെയാണ് കൂടുതൽ വലിയ ജനപങ്കാളിത്തം ഉണ്ടായത്. അപ്പോൾ ഇപ്പോഴും ഇവിടെ ഇന്റർനെറ്റ് നിയന്ത്രണം പിൻവലിച്ചിട്ടില്ല എന്നതാണ് വസ്തുത. ഇന്റർനെറ്റ് നിയന്ത്രണം. നിങ്ങൾ എവിടുന്നാ? I'm from India. I'm from Delhi. Delhi. Okay. Yeah. What do you want to say now? I want to say finally done. We resigned. We are very happy. Oh my God. We are happy for our future generation actually. And we are so happy. This is our motive. Okay. Bye. Okay. मैं ठीक है, वैसे तो होना ही था. हमने प्रोटेस्ट किया है तो जीतना तो था ही हमें, क्योंकि आने वाली जनरेशन काफी യങ്ങർ ജനറേഷൻ. ഓക്കെ, അപ്പോ അങ്ങനെയാണ്. അങ്ങനെ നോക്കിയാൽ എല്ലാവർക്കും അവരുടെ കാര്യങ്ങൾ പറയാനുണ്ട്. വലിയ ആവേശം ഇപ്പോഴും നമുക്ക് ഇവിടെ കാണാം. കാരണം ഇങ്ങനെ ഒരു സമരം, ഇതൊരു സമാനതകളില്ലാത്ത സമരമാണ്. ആ സമരത്തിനൊടുവിൽ കേന്ദ്ര സർക്കാരിന് വഴങ്ങേണ്ടി വരുന്നു. അതും സമാനതകളില്ലാത്ത ഒരു തീരുമാനമാണ്. അപ്പോൾ അതിനിടയിൽ ഇത്ര വലിയ പ്രൊട്ടസ്റ്റ്, അതിനുള്ളിൽ അവർക്കൊരു തീരുമാനത്തിലേക്ക് എത്താൻ അവരുടെ ആവശ്യം അംഗീകരിപ്പിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ പലരും മാറി നിന്നെടുത്ത് അവഗണിച്ചെടുത്ത് അവരുടെ ഇച്ഛാശക്തി കൊണ്ട് ഈ പോരാട്ടത്തിൽ അന്തിമമായ വിജയം നേടുന്നു എന്ന് പറയുമ്പോൾ അത് ചെറിയ കാര്യമല്ല. അത് സമീപകാലത്ത് രാജ്യം സാക്ഷ്യം വഹിച്ച ഏറ്റവും വലിയ പ്രക്ഷോഭങ്ങളിൽ ഒന്നാണ്. അത് സമാനതകളില്ലാത്തത് എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടി വരും. ആ ആവേശം ജന്തർ മന്ദറിന്റെ വേദികളിൽ എല്ലായിടത്തും അലയടിക്കുന്നു. വലിയ ആവേശം നമുക്ക് ഇപ്പോഴും കാണാം. വിദ്യാർത്ഥി സമൂഹം, യൂത്ത് ഒന്നടങ്കം ഒഴുങ്ങിയെത്തുന്നു. അവരെല്ലാം പറയുന്നു बहुत बढ़िया, बहुत मजा आ रहा है. प्रोटेस्ट के अलावा सब कुछ चल रहा है. അതാണ് അവർ പറയുന്നത്. അപ്പൊ നമുക്ക് കാണാം, വലിയ സന്തോഷമുണ്ടെന്ന് അവർ പറയുന്നു. ആവേശം ഇപ്പോഴും കാണാം. ഇപ്പോൾ പല സംഘങ്ങളായി അവർ മുദ്രാവാക്യം വിളികളും ഒക്കെയായി അവരുടെ സന്തോഷം ആഹ്ലാദം ഒക്കെ പങ്കുവെക്കുന്നു. അപ്പോൾ വലിയൊരു മുന്നറിയിപ്പ് കൊടുത്ത് അതിനൊടുവിൽ അവർ പറഞ്ഞതുപോലെ, ആവശ്യപ്പെട്ടതുപോലെ തന്നെ വിദ്യാഭ്യാസ മന്ത്രിക്ക് രാജിവെക്കേണ്ടി വന്നിരിക്കുകയാണ്. ആ ആവേശം നമുക്ക് ജന്തർ മന്ദറിലെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ യുവാക്കളും പങ്കുവെക്കുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് സബിൻ ജത്തിലിനൊപ്പം റിപ്പോർട്ടർ സജോ ദേവസ്യാം, ഇൻ റിപ്പോർട്ടർ, ദില്ലി.